കൊല്ലം ജില്ലയിൽ കോൺഗ്രസ് ലീഗ് ബന്ധം താറുമാറാകുന്നു. നേരത്തെ ദേവരാജന്റെ കമന്റ് നമ്മൾ വായിച്ചതാണ്. ആദ്യം ലീഗിന്റെ കൊടി നിഷേധിക്കുന്നു, അതിനുശേഷം ഇതാ സീറ്റ് നിഷേധിക്കുന്നു. തീർച്ചയായും അത് തന്നെയാണ് ഈ കോൺഗ്രസ് ലീഗ് ബന്ധം തകരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൊല്ലം നിയോജക മണ്ഡലത്തിൽ ലീഗിന് സീറ്റില്ല. പരവൂർ മുനിസിപ്പാലിറ്റിയിൽ ലീഗിന് സീറ്റ് നൽകില്ലെന്ന് കോൺഗ്രസ് ആവർത്തിച്ചു പറയുന്നു. ഓച്ചിറയിലും ലീഗിന് കോൺഗ്രസിന്റെ വിമത ഭീഷണി ഉയരുകയാണ്. രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, എന്തായാലും ഈ ബന്ധം വഷളാകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് മാത്രമല്ല, ഇനി അങ്ങോട്ട് വലിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് കേരളം പോവുകയാണ്. അതിനൊരു മുന്നോടി മാത്രമാണ്, അല്ലെങ്കിൽ ഒരു തുടക്കം മാത്രമാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നുള്ളത്. ഇപ്പോൾ തന്നെ ഇത്തരത്തിൽ തമ്മിലടി രൂക്ഷമാകുമ്പോൾ ഇനി എന്തായിരിക്കും അങ്ങോട്ട് എന്നുള്ളൊരു, അല്ലെങ്കിൽ ഈ UDFന്റെ ഒരു ഭാവി പോലും ഇപ്പോൾ അവതാളത്തിലായിരിക്കുകയാണ്. രാജ്കുമാർ, ഭദ്ര, കൊല്ലം ജില്ലയിൽ UDFനകത്ത് കോൺഗ്രസ് ലീഗ് ബന്ധം അത്ര ഭദ്രമല്ല. ഇപ്പോൾ അതിൻ്റെ ഒരു 100 സീറ്റ് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം ജില്ലയിൽ വിവിധ ത്രിതല സംവിധാനത്തിലും കോർപ്പറേഷനിലും മുനിസിപ്പാലിറ്റിയിലുമായി 100 സീറ്റുകൾ വർദ്ധിച്ചിട്ടുണ്ട്. അതിൽ 35 മുതൽ 40% വരെ ഇടതുമുന്നണി, അതിൽ പ്രത്യേകിച്ച് CPIM അവരുടെ ഘടകകക്ഷികൾക്ക് വേണ്ടി മാറ്റിവെച്ചു. പക്ഷേ കോൺഗ്രസ് അത് മാറ്റിവെക്കുന്നില്ലെന്ന് മാത്രമല്ല, നിലവിലുണ്ടായിരുന്നത് പോലും തട്ടിത്തെറിപ്പിക്കുകയും ലീഗിനെയും എക്കാലത്ത് നമ്മുടെ കൊല്ലത്ത് ഒരു 2 പതിറ്റാണ്ടിൻ്റെ ഒരു ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ലീഗിന് എവിടെയൊക്കെ കോൺഗ്രസ് ഏറ്റവും അവസാനം തർക്കത്തെ തുറന്ന് സീറ്റ് നൽകിയിട്ടുണ്ടോ അവിടെയെല്ലാം കാലുവാരിയ ചരിത്രമുണ്ട്. ഇത് ലീഗിൻ്റെ മുൻ നേതാക്കളൊക്കെ എന്നോട് പറയുകയും ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും തുടരുകയാണ് പല സ്ഥലത്തും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കൊല്ലം ചിതറ ഡിവിഷനിലായിരുന്നു കഴിഞ്ഞ വട്ടം ലീഗ് മത്സരിച്ചത്. ഇക്കുറി ചിതറ തങ്ങൾക്ക് വേണം, നിങ്ങൾക്ക് അഞ്ചൽ ഡിവിഷൻ തരാമെന്ന് മുകൾ തട്ടിൽ തീരുമാനിച്ചു. അതുപ്രകാരം അഞ്ചൽ ഡിവിഷനിൽ ബദറുദ്ദീൻ അദ്ദേഹം അവിടെ ഈ നാമനിർദ്ദേശക പത്രിക ലീഗിൻ്റെ നേതാവ് സമർപ്പിച്ചു. ചുരുക്കം പറഞ്ഞാൽ സമർപ്പിച്ച് പുറത്തു വന്നതും 3 ഗ്രാമപഞ്ചായത്തിലെ 17 കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ തങ്ങൾ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കും, കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുമെന്നുള്ള ഭീഷണിക്കത്ത് DCCക്കും KPCCക്കും നൽകി അവിടെ ലീഗിന് വലിയ ഒരു മുന്നറിയിപ്പും വെല്ലുവിളിയും ഉയർത്തിയിരിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ഇത് കോൺഗ്രസിന് ഈ ഒരു കലാപം നടക്കുമ്പോൾ അതിനെ തടയാൻ ഒരു നേതൃത്വത്തിനും കഴിയാത്തതുപോലെയാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. കോൺഗ്രസിനകത്തുള്ളവർ മുഴുവനും KPCC പ്രസിഡന്റുമാരും മുഴുവനും AICC അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയെ പോലത്തെ നേതാക്കന്മാരാണെന്നുള്ള പ്രഖ്യാപനമായിട്ടാണ് അവർ നടക്കുന്നത്. ഇവർക്ക് താഴെത്തട്ടുള്ളവരെ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് അറിയാം, കേരളത്തിൽ UDFലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയാണ് ലീഗ്. എന്തിന് രാഹുൽ ഗാന്ധി ആണെങ്കിലും പ്രിയങ്ക ഗാന്ധി ആണെങ്കിലും വയനാട് ജയിക്കണമെങ്കിൽ ലീഗിൻ്റെ പിന്തുണയില്ലെങ്കിൽ അവിടെ വെളിയിൽ കെട്ടിവെച്ച കാശ് കിട്ടാത്ത ഒരു പ്രശ്നമുണ്ട്. ഇതെല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഭദ്ര ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു പ്രേക്ഷകൻ പറഞ്ഞല്ലോ, നമ്മുടെ അതിനകത്തൊരു കമൻറ്റ് ബോക്സിൽ വന്നല്ലോ, കൊടിയും പിടിക്കാൻ അനുവദിക്കില്ല, സീറ്റുമില്ല എന്ന് പറയുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ഇവിടെ ഇപ്പോൾ ലീഗിൻ്റെ ജില്ലയിൽ വലിയ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിൽ ഇതേപോലെ തർക്കങ്ങൾ നിലനിൽക്കുന്നു. അതും കരുനാഗപ്പള്ളി നിയോജക മണ്ഡലത്തിൽ, കൊല്ലം നിയോജക മണ്ഡലത്തിൽ ലീഗിന് സീറ്റേ നൽകുന്നില്ല എന്നുള്ളത് വേറൊരു പ്രശ്നം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് പരവൂരിലാണ്. ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിലും ഇതേ സാഹചര്യമുണ്ട്. പരവൂർ മുനിസിപ്പാലിറ്റിയിൽ നേരത്തെ 2 സീറ്റിൽ ലീഗ് മത്സരിച്ചു. അത് രണ്ടും അവിടെ വിമതരായി നിന്ന് തന്നെ മത്സരിച്ചത്. ഒരു സീറ്റിൽ ലീഗിന് സീറ്റ് ജയിക്കാനുമായി. പക്ഷേ ഇവിടെ കോൺഗ്രസ്സുകാർ വർഗശത്രുക്കളെ പോലെയാണ് അവരുടെ ഈ UDFലെ രണ്ടാമത്തെ ഏറ്റവും വലിയ പാർട്ടിയായ ലീഗിനെ കാണുന്നത്. ഇവിടെ ഒരു തർക്കം, RSP ആണ് ഏറ്റവും വലിയ രണ്ടാമത്തെ പാർട്ടി എന്നുള്ളൊരു നിലപാട് കൊല്ലം ജില്ലയിൽ കോൺഗ്രസ് വെച്ച് പുലർത്തുന്നുമുണ്ട്. അതേസമയം RSPക്കാർക്കുള്ള ഒരു പണി വേറെ കോൺഗ്രസ് നൽകുന്നുമുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ പരവൂരിൽ ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൻ്റെ നേതാവ് കൂടിയായ ഇവിടുത്തെ നിലവിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ പരവൂരിലെ 17-ാം വാർഡല്ലേ, ആ 17-ാം വാർഡിലെ സിറ്റിംഗ് കൗൺസിലർ കൂടിയായിട്ടുള്ള പരവൂർ ഷെരീഫ്, അദ്ദേഹം നിയോജക മണ്ഡലം പ്രസിഡന്റാണ്. അപ്പോൾ നിങ്ങൾ ചുരുക്കം പറഞ്ഞാൽ ഒരു അപമാനത്തിൻ്റെ വക്കിലാണോ? അപമാനം എന്നല്ല, പകരം ഈ ഒരു രാഷ്ട്രീയ ഐക്യത്തിൻ്റെ മാന്യത പുലർത്താത്ത ഒരു നിലപാടാണ്. അതായിട്ടാണ് നമുക്കിത് മനസ്സിലാകുന്നത്. രാഷ്ട്രീയ മാന്യത പുലർത്താത്ത ഒരു നിലപാടായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. സ്വാഭാവികമായിട്ടും തെക്കൻ കേരളത്തിലുള്ള പ്രശ്നങ്ങൾ ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങൾ തന്നെ പരസ്യമായി അതിനെ സംബന്ധിച്ച് പറഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ അത് തന്നെയാണ്, അത് സ്വാഭാവികമായും അവിടെ ഈ തെക്കൻ ജില്ലകളിൽ അത് കാണുന്നുണ്ട്. തിരിച്ച് വടക്കൻ ജില്ലകൾ നോക്കുമ്പോൾ തിരിച്ചും കോൺഗ്രസ്സിന് വളരെ നല്ല ഒരു സമീപനം, കഴിഞ്ഞ കാലത്തേക്കാൾ സ്വന്തം സീറ്റുകളെ കൊടുത്തുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന
അല്ലെങ്കിൽ അവരെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനമാണ്. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ എക്കാലത്തെയും ഒരു ചൈതന്യമാണല്ലോ. പാർട്ടിയുടെ അതാണ് നിലപാട്. പാർട്ടി ബഹുമാനപ്പെട്ട തങ്ങന്മാർ നയിക്കുന്ന, പണക്കാട് തങ്ങന്മാർ നയിക്കുന്ന പാർട്ടിയുടെ നിലപാടാണ്. ഐക്യ ജനാധിപത്യ മുന്നണി തന്നെ പിന്നെ രൂപം കൊടുത്തത് ബഹുമാനപ്പെട്ട ബാഫക്കിത്തങ്ങളും CH മുഹമ്മദ് കോയയും മുൻകൈയെടുത്തുകൊണ്ടാണ്. ബഹുമാനപ്പെട്ട കരുണാകരനൊപ്പം. അപ്പോൾ ആ ഐക്യ ജനാധിപത്യ മുന്നണിയെ രൂപം കൊടുത്ത, അതിന് നേതൃത്വം കൊടുത്ത പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അപ്പോൾ ആ മുസ്ലിം ലീഗിനോട് ഇപ്പോൾ കൊടുക്കുന്ന സമീപനത്തെ സംബന്ധിച്ച് അല്ല, അതിനകത്ത് ഉള്ളതെന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ ഈ സമകാലീന രാഷ്ട്രീയ സംഭവവികാസങ്ങൾ കേരളത്തിൽ ചില വർഗീയ കോമരങ്ങളടക്കം ഉയർത്തി വരുന്ന ചില കാര്യങ്ങളെ, അത് നേരത്തെ എനിക്ക് തോന്നുന്നു നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ചില ആളുകൾ അവരെല്ലാവരും നേതാക്കന്മാരാകാൻ ശ്രമിക്കുന്ന ഒരു രീതി കാണുന്നു. അപ്പോൾ അവരിൽ ചിലർ ഈ പറഞ്ഞ ചില വർഗീയ കോമരങ്ങൾ ഉയർത്തിവിടുന്ന കാര്യങ്ങളെ അവർ ഏറ്റെടുക്കുന്ന പോലെ സംശയം തോന്നുന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ പരവൂരിലെ മുനിസിപ്പാലിറ്റിയുടെ അവസ്ഥ എന്താണ്? എത്ര സ്ഥലങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ പത്രിക നൽകിയിട്ടുണ്ട്? ഞങ്ങളിപ്പോൾ 4 സീറ്റുകളിലേക്ക്, 4 വാർഡുകളിലേക്കാണ് ഞങ്ങൾ പത്രിക നൽകിയിട്ടുള്ളത്, സ്ഥാനാർത്ഥികളെ നൽകിയിട്ടുള്ളത്. ഈ 4 കോൺഗ്രസ്സുകാർ പത്രിക കൊടുത്തിട്ടുണ്ട്? എല്ലായിടത്തും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ് നേതാവ് നെടുങ്കോലൻ രഘു ഒരു തരത്തിലും അടുക്കുന്നില്ല. ഇവിടെ ലീഗിനെ വേണ്ട എന്നുള്ള നിലപാടാണെന്നല്ലോ കേട്ടത്. ഈ ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിലെ തന്നെ UDF നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നിയോജക മണ്ഡലത്തിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള അദ്ദേഹമാണ്, നെടുങ്കോലൻ രഘു. അതിന് യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. കാര്യത്തിൽ ഇവിടെ ഒരു ഐക്യം, ഈ ചാത്തന്നൂരിൽ ഐക്യം വേണ്ട എന്ന് നിശ്ചയിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നിട്ട് അവർ നേട്ടം കൊയ്തോ? ഇല്ല, അവർക്കൊട്ട് നേട്ടം കഴിയും. കാര്യം ഈ മത്സരിക്കുന്നതിൻ്റെ ഒരു റേഷ്യോ പരിശോധിച്ചാൽ, വിജയത്തിൻ്റെ റേഷ്യോ പരിശോധിക്കുമ്പോൾ വളരെ തുച്ഛമാണ്. കോൺഗ്രസ് ഈ പറഞ്ഞ പോലെ ഇതുപോലുള്ള മനോഭാവം കാണിച്ചുകൊണ്ട് മത്സരിക്കുന്നു. പക്ഷേ അവർക്ക് ഈ പറഞ്ഞ പോലെ ജയിക്കാൻ കഴിയുന്നില്ലല്ലോ. ഞങ്ങളും ജയിക്കാൻ കഴിയുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് ഏത് വാർഡിലാണ് ചേട്ടൻ? 23 നമ്പർ അഞ്ചൽ ഓഫീസ് വാർഡിൽ. ലത്തീഫ്. ഞാൻ 17-ാം വാർഡിൽ, പേര് സഹീറത്ത്. 16-ാം വാർഡിൽ പേര് സരള. 21-ാം വാർഡിൽ സുബൈർ. ഇപ്പോൾ കേട്ടല്ലോ, ഇവർ ഈ 4 പേരും ഇവിടെ സ്വന്തം നിലയിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥികളായിട്ട് ഇവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ഇനി പിൻവലിക്കേണ്ടുന്ന ദിവസം, ഇന്നിപ്പോൾ സ്കൂട്ടണിയാണ്, ഇപ്പോൾ അല്പം കഴിഞ്ഞാൽ ഇവരെല്ലാം തിരക്കിലാവും. സ്കൂട്ടണിക്കുള്ള അതിൻ്റെ നടപടികളുമായി ഇവരെല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥികളും പ്രതിനിധികളും ഒക്കെ പോവും. ഇന്നത്തെ വർക്കുകൾ അതായിരിക്കും. അത് കഴിഞ്ഞായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ഇവർ പോവുക. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇനി പിന്മാറാൻ തയ്യാറാണോ? തീർച്ചയായിട്ടും അതിനുള്ള ഒരു സാധ്യതകൾ ഇവിടെ മാത്രമല്ല. ഇപ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് കേരളത്തിലെ വളരെ കൃത്യമായ പ്രവർത്തന രീതി ഉള്ള ഒരു പ്രസ്ഥാനമാണ്. പിന്മാറില്ല. അച്ചടക്കമുള്ള പാർട്ടിയാണ്. പാർട്ടിയാണ് അക്കാര്യത്തിലൊക്കെ പൂർണ്ണമായ നിലപാടുകൾ എടുക്കുന്നത്. മറ്റ് ഇതര പാർട്ടികളുമായി വെച്ച് നോക്കുമ്പോൾ ഞങ്ങളെ പാർട്ടി വളരെ കൃത്യമായി അച്ചടക്കമുള്ള പാർട്ടിയാണ്. അപ്പോൾ ആ അച്ചടക്കം പാർട്ടിയാണ്, കാര്യത്തിലെല്ലാം പാർട്ടിയാണ്. വ്യക്തിപരമായി ഞങ്ങളെടുക്കുന്ന നിലപാടല്ല. മനസ്സിലായി. ഇപ്പോൾ കൊടുത്ത പത്രിക പിൻവലിക്കുമെന്ന് എൻ്റെ ചോദ്യം പറഞ്ഞത്. ഞങ്ങളുടെ പാർട്ടിയാണ് നിയന്ത്രിക്കുന്നത്. ആ പാർട്ടി നിയന്ത്രിക്കുന്നതിനെ അതുപോലെ തന്നെ ഞങ്ങൾ കൊണ്ടുപോകും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നിങ്ങളുടെ ഒരു മൈൻഡ് റീഡിങ് വെച്ച് നിങ്ങൾ പിന്മാറുന്ന പ്രശ്നമില്ല അല്ലേ? കഴിഞ്ഞ വട്ടം പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ മുന്നോട്ട് പോകുമെന്ന് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എതിർപ്പുണ്ടെങ്കിൽ പറയാം. ഓക്കെ, ഭദ്ര കേട്ടല്ലോ. ഇതാണ് ഇപ്പോൾ കൊല്ലം ജില്ലയിൽ കോൺഗ്രസിൻ്റെ ലീഗ് ബന്ധം തകർന്ന ഒരു സാഹചര്യമുണ്ട്. വഷളായി. എല്ലാ സ്ഥലത്തും ഇവർ അപമാനിതരാണ്. ലീഗിൻ്റെ കൊല്ലം ജില്ലാ പ്രസിഡന്റിന് പല സ്ഥലത്തും വേദികൾ പോലും കൊടുക്കുന്നില്ല. അവിടെയെല്ലാം RSPക്കാർക്കാണ് വേദി കൊടുക്കുന്നത്. എന്നാൽ RSPക്കാരെയും അപമാനിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ കൊല്ലത്ത് പോലും പല സംഭവങ്ങൾക്കും ഏറ്റവും ഒടുവിൽ ഈ രാഷ്ട്രീയ കേരളം അല്ലെങ്കിൽ രാഷ്ട്രീയ കൊല്ലം സാക്ഷ്യം വഹിച്ചത്. ഭദ്ര.